കർണാടക ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ കേരളത്തിൽ ശത്രു സംഹാര യാഗം നടത്തിയതായി DK ശിവകുമാറിന്റെ ആരോപണം. ഇതിന്റെ ഭാഗമായി 21 ആടുകൾ, 5 പോത്തുകൾ, 21 കറുത്ത ആടുകൾ, 5 പന്നികൾ എന്നിവയൊക്കെ ബലി നൽകിയെന്നാണ് പറയുന്നത്. ആരാണ് ഇത് ചെയ്യിപ്പിച്ചത് എന്ന് തനിക്ക് അറിയാമെന്നും എന്നാൽ ഇതൊന്നും ഏൽക്കില്ലെന്നും DK ശിവകുമാർ പറയുന്നു. KV ശ്രീധരൻ, കേൾക്കാമോ? അതായത് ഇത്തരത്തിൽ ഒരു യാഗമൊക്കെ നടത്തിയെന്നാണ് DK ശിവകുമാർ പറയുന്നത്. പക്ഷെ ഇതൊന്നും ഏൽക്കില്ല എന്നും പറയുന്നു. എന്താണ് വിശദാംശങ്ങൾ? കേരളത്തിൽ വെച്ചാണ് ഈ മൃഗബലി ഉൾപ്പെടെയുള്ള ശത്രു ഭൈരവ യാഗം എന്നുള്ള കേരളത്തിൽ ഈ മൃഗബലി രീതിയിലുള്ള ചടങ്ങുകൾ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി നടത്തി എന്നുള്ള ഒരു പ്രതികരണമാണ് അല്ലെങ്കിൽ ആരോപണമാണ് DK ശിവകുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതിനുവേണ്ടി 21 ആടുകൾ, അതുപോലെ തന്നെ 21 കറുത്ത ആടുകൾ, 5 പന്നികൾ, അതുപോലെ തന്നെ 5 പോത്തുകൾ ഇവയെ ബലി നൽകിയാണ് ശാസ്ത്രീയ ആചാരപ്രകാരം, കൗളാചാരപ്രകാരമുള്ള ഈ മൃഗബലിയെ ഉൾപ്പെടെയുള്ള ശത്രു സംഹാര പൂജ നടത്തിയതെന്നാണ് DKയുടെ ആരോപണം. എന്നാൽ ഇത് എവിടെയാണ് നടത്തിയത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് രാജരാജേശ്വരി ദേവസ്ഥാനത്തിന് സമീപത്ത് വെച്ചാണ് ഇത്. ശ്രീധരൻ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമുക്ക് ഈ DK ശിവകുമാർ എന്താണ് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ಒಂದು ದೊಡ್ಡದು ನನ್ನ ಬೇಗ ನಡೀತಾರೆ. ಹೇಳ್ತೀನಿ ಯಾವ ಪೂಜೆ ನಡೀತಾರೆ, ಯಾರು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಶತ್ರು ಭೈರವಿ ಯಾಗ ಕೇರಳ ರಾಜರಾಜೇಶ್ವರಿ ದೇವಸ್ಥಾನದ ಆಸುಪಾಸಿನಲ್ಲಿ ಈ ಯಾಗ ಶತ್ರುವಿನ ಸಂಹಾರ ಯಾಗ. ಈ ಯಾಗಕ್ಕೆ ಪಂಚದಲ್ಲಿ ಕೊಡುತ್ತಿದ್ದಾರೆ. ಎಲ್ಲ ಕೆಂಪು ಬಣ್ಣದ. ശ്രീധരൻ, അതായത് കേരളത്തിൽ നിന്നൊരാൾ അല്ലെങ്കിൽ ആരോ ചെയ്യിച്ചു എന്നാണ് DK ശിവകുമാറിന്റെ ആരോപണം. അത് ആരാണെന്ന് തനിക്ക് അറിയാമെന്നും പറയുന്നു. ഉജ്ജ്വലമായൊരു വിജയമായിരുന്നു DK ശിവകുമാർ സർക്കാരിന്റെ, നമുക്കറിയാം. ആ വിജയത്തിൽ കണ്ണുവെച്ചത് ആരായിരിക്കും ചെയ്തതെന്നാണ് ഒരു അഭ്യൂഹം. അതിലൊരു ചെറിയ തിരുത്തുണ്ട് കൂടി. കേരളത്തിൽ നിന്നല്ല, കർണാടകയിൽ നിന്നുള്ള നേതാക്കൾ കേരളത്തിൽ വന്ന് ഈ വഴിപാട് കഴിച്ചു. കേരളത്തിൽ ഇങ്ങനെ ശാക്തേയ ആയിട്ടുള്ള ചടങ്ങുകൾ നടത്തുന്ന ഒരു സ്ഥലത്ത് വന്ന്, ഒരു ദേവസ്ഥാനത്ത് വന്ന് നടത്തി എന്നുള്ളതാണ് DKയുടെ ആരോപണം. ഇതാരാണ് എന്ന് സംബന്ധിച്ച് തനിക്ക് നന്നായിട്ടറിയാം. ഇത്തരം കാര്യങ്ങളൊക്കെ മുൻപും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഈ തനിക്കെതിരെ ഇങ്ങനെയുള്ള പൂജകൾ തനിക്ക് മാത്രമല്ല സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക, സിദ്ധരാമയ്യയ്ക്കും DK ശിവകുമാറിനുമെതിരെ ഈ പൂജ, ശത്രുസംഹാര പൂജ നടത്തിയത് എന്നുള്ള ഒരു ആരോപണമാണ് DK ശിവകുമാർ ഉന്നയിക്കുന്നത്. മെയ് 21 നടത്തിയെന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഇതിനെയൊക്കെ നേരിടാൻ തനിക്കറിയാം. അതിലപ്പുറത്തെ ശക്തി തൻ്റെ പക്കലുണ്ട്. തൻ്റെ വിശ്വാസം അനുസരിച്ച് ഇതിനൊക്കെ തരണം ചെയ്യാനുള്ള ത്രാണി തനിക്കുണ്ട് എന്നാണ് DKയുടെ പ്രതികരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇതിനോടകം കൂട്ടി വായിക്കേണ്ടതുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുകയാണ്. കർണാടകത്തിൽ സർക്കാർ 1 വർഷം കഴിഞ്ഞു. 2.5 വർഷം കഴിഞ്ഞാൽ ഒരുപക്ഷെ സർക്കാർ മാറണം എന്നുള്ളൊരു ധാരണ, അനൗദ്യോഗിക ധാരണ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പല മാധ്യമങ്ങളിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ഭരണമാറ്റം സംബന്ധിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ മാറ്റുന്നത് സംബന്ധിച്ച് ചർച്ചകൾ സജീവമായി അണിയറയിലെങ്കിലും നടക്കുന്നുണ്ട്. ഏതായാലും ഇതിനെയൊക്കെ മറികടക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ചിലപ്പോൾ ഒരുപക്ഷെ ഈ ആരോപണത്തിന് പിന്നിൽ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. ഏതായാലും കേരളത്തിൽ ഇങ്ങനെ ഒരു പൂജ നടത്തി എന്നുള്ളൊരു ആരോപണം മാത്രമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ആര് നടത്തി, എവിടെ നടത്തിയെന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും DK ശിവകുമാറിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ശരി ശ്രീധരൻ.